എല്ലാവർക്കും ഒത്തിരി നമസ്കാരം. ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിൽ എന്ന സ്ഥലത്തെ പല പല ഏരിയകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. പ്രകൃതി ഭംഗി ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ് കുട്ടനാടെന്ന് പറഞ്ഞത്. സമുദ്ര നിരപ്പിന് താഴെയുള്ള ഒരു സ്ഥലമാണ് കുട്ടനാട്. വെള്ളം ബണ്ട് കെട്ടി വെള്ളം പറ്റിച്ച് അതിലാണ് കൃഷി ചെയ്യുന്നത്. നെൽകൃഷി അധികമായും ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട്. അതിൻ്റെ കുറേ നേർക്കാഴ്ചകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇത് കൃഷി കഴിഞ്ഞ് നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ കൃഷി കഴിഞ്ഞതിന് ശേഷം വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണ്. ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ധാരാളം ക്ഷേത്രങ്ങളും പള്ളികളും നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ വെള്ളം കയറ്റിയ ഇട്ടിരിക്കുന്ന പാടശേഖരങ്ങളിൽ ഒത്തിരി കിളികൾ, പല പല തരത്തിലുള്ള കിളികൾ വരാറുണ്ട്. അതിൽ 2 കുഞ്ഞു കിളികളാണ്. തിരണ്ട എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടതാണ്. കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റി കഴിഞ്ഞാൽ അവിടെ പോളകൾ ധാരാളം കൂടാറുണ്ട്. പക്ഷേ ആ പോളകളുടെ കിടപ്പിൻ്റെ ഭംഗി ഭയങ്കരം ഒരു പ്രത്യേക ഒരു അനുഭവം നൽകുന്നതാണ്. നല്ല കാറ്റുള്ള ദിവസം ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഞങ്ങളവിടെ പല പല സ്ഥലങ്ങളിൽ പോയി കുറച്ച് നേരം ഇരുന്ന് ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. കണ്ടങ്ങളിൽ പോള നിറഞ്ഞു കിടക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. നല്ല രൂപരേഖ മനസ്സിൽ വച്ചിരിക്കുന്നത് പോലെ തോന്നും. ഈ പ്രദേശത്തുള്ള തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ ഭംഗി അതിമനോഹരം. കണ്ടാലും അതിവരാത്ത അത്രയ്ക്കും രസമുള്ള ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്ക് ലഭിക്കുക. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പ്രദേശം പുഴ ആയിരുന്നു. അവിടെ നമ്മുടെ കുട്ടനാടിൻ്റെ ടൂറിസം മേഖലയെ കൂടുതൽ വളർത്തുന്ന ഹൗസ് ബോട്ടുകൾ നിറച്ചിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് നമ്മൾ കാണാൻ സാധിച്ചത്. 100 കണക്കിന് ഹൗസ് ബോട്ടുകൾ നിറഞ്ഞ സ്ഥലമാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. ഹൗസ് ബോട്ടിലൂടെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു പള്ളിയിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേ അമ്മച്ചിയുടെ പച്ചക്കറി കൃഷി, കുറച്ച് പയർ പറിച്ചു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അതെല്ലാം കുറച്ച് പറിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പോൾ അടുത്ത് തന്നെ വെണ്ട കൃഷിയുമുണ്ട്. അവിടുന്ന് കുറച്ച് വെണ്ടയും പറിച്ച് ശേഷം വൈകുന്നേരത്തേക്കുള്ള ഒരു കൂട്ടുകറിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും നേരം ഇരുട്ടാനായിട്ട് തുടങ്ങി. പിന്നെ ചെടികളുടെ അടുത്തേക്ക് കുറച്ച് നേരം ഞങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നു. ഇലയുള്ള ചെടികളുടെ അരികിലിരിക്കുക ഒത്തിരി രസമുള്ള ഒരു അനുഭവമാണ്. ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ വൈകുന്നേരത്തെ ഷോ പറഞ്ഞ് ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറേ നേരം അവിടെ ചെലവഴിച്ചു. അതൊരു നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നാളത്തെ പരിപാടി അങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ചത് അപ്പോഴേക്കാണ് നമ്മുടെ പ്ലാവിൻ്റെ അരികിലേക്ക് പെട്ടെന്ന് പോകാൻ ആഗ്രഹിച്ചു. ഈ വർഷത്തെ പ്ലാവ് കായ്ച്ച ചക്കകളുടെ അടുത്തിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ
പക്ഷേ ഈ വെക്കേഷന് ചക്ക കഴിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് അറിയില്ല. കാരണം എല്ലാം നടന്നു വരുന്നതേ ഉള്ളൂ. എങ്കിലും നല്ലൊരു രസമുള്ള അന്തരീക്ഷമായിരുന്നു അപ്പോഴേ. അങ്ങനെ ഞങ്ങളുടെ ദിവസത്തിൽ ഉദ്ഘാടന കാഴ്ചകൾ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.